Hi friends, welcome back to my channel Mr. and Mrs. Dream Travelers. It is me, Lidu John. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലെ പില്ലറുകൾ എങ്ങനെ വീട്ടിലിരുന്ന് നമുക്ക് മനോഹരമാക്കാം എന്നുള്ള ഐഡിയകളുമായിട്ടാട്ടോ. നമ്മുടെ മെയിൻ പോളിസി എന്താ? ചെലവ് ചുരുക്കിയുള്ള ഐഡിയ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യും തലയും കാലൊക്കെ വെച്ച് എങ്ങനെ എന്തൊക്കെ ചെയ്യാം എക്സ്പെൻസുകളില്ലാതെ എന്നുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട്സ്, ഇതെൻ്റെ 2 ദിവസത്തെ കഠിനമായ പരിശ്രമത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ പില്ലറുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി. കുറച്ച് തുക്കിരിവലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തട്ടി. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് മഴ പെയ്ത് കുറച്ച് ചെളികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പുട്ടിയുടെ ആവശ്യമുണ്ട്, വാൾപുട്ടി. അതൊന്ന് നമ്മൾ വെള്ളം ഒഴിച്ചതൊന്ന് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കുഴയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി കുഴക്കുന്നതിലും കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടണം. കാരണം അത് നമുക്കതിനകത്ത് പില്ലറിനകത്ത് അപ്ലൈ ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ചുകൂടി നല്ല ഓവർ ലൂസായ പില്ലറിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് ചപ്പാത്തി നമ്മൾ കുഴക്കാൻ എടുക്കുന്നതിനെക്കാട്ടും ഒരു കുറച്ചുകൂടി വെള്ളം കൂട്ടി കൂട്ടി ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ കുഴച്ചത് പെർഫെക്റ്റ് ആയതുകൊണ്ട് പില്ലറിൽ ഇരിക്കുന്നില്ല, കുറച്ച് വെള്ളം കൂടിപ്പോയി. പിന്നെ ഒരു അഡ്ജസ്റ്റൊക്കെ ചെയ്ത് തട്ടിയും മുട്ടിയും പില്ലർ പോലും അറിയാതെ അതിനകത്ത് എങ്ങനെയൊക്കെയോ തേച്ചങ്ങ് വെച്ചു. പിന്നെ എൻ്റെ പുട്ടിയുടെ കളറ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ബ്ലാക്ക് പെയിന്റ് അടിക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഒരു ഓവർ ബുദ്ധി കാണിച്ചു. അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ബ്ലാക്ക് പെയിന്റും കൂടി ഒഴിച്ച് ഞാൻ കലക്കി. പക്ഷേ പുട്ടി എന്തായാലും പുട്ടി തന്നെയാണ്. പുട്ടിയുടെ സ്വഭാവം കാണിച്ചു. ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത് പുട്ടിയുടെ കളർ തന്നെയായിട്ട് വന്നു. അതുകൊണ്ട് എൻ്റെ മണ്ടത്തരം ആരും കാണിക്കരുതെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. പുട്ടി അടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് പെയിന്റ് അടിച്ചാൽ മതി. പിന്നെ ഞാൻ പില്ലറിൽ പുട്ടി അപ്ലൈ ചെയ്തത് എൻ്റെ കൈ കൊണ്ട് തന്നെയാണ്. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. കാരണം അത് ഭയങ്കര റിസ്ക് ആണ്. കാരണം എന്താ വെച്ചാൽ, ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 3 പില്ലറുള്ളതുകൊണ്ട് 3 പില്ലറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈയൊക്കെ ഭയങ്കര ചുളുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മൾ ഓവർ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ കൈ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചുരുങ്ങിയിരിക്കത്തില്ല, വൈറ്റായിട്ട്, അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പില്ലറിൽ നമ്മൾ ഭിത്തിക്കടിക്കുന്ന പോലെ മിനുസമായിരിക്കത്തില്ല, അതിനകത്ത് ഇങ്ങനെ പരുവരിപ്പുണ്ടാവുമല്ലോ, അതൊക്കെ തട്ടിയിട്ട് നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ 2-3 ഡാമേജുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം ഹാൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഹാൻഡ് ഒഴിവാക്കിയിട്ട് വേറെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കഴിഞ്ഞ എൻ്റെ ഒരു പെയിന്റിംഗ് വീഡിയോ ഒക്കെ ഞാൻ വലിയ ലാഡർ വെച്ച് ചെയ്തപ്പം എല്ലാവരും അമ്മേനോടൊക്കെ പറഞ്ഞു, ഒറ്റയ്ക്ക് ഞാൻ വീട്ടിലുള്ളപ്പോൾ ചെയ്യാൻ കൊടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രാവശ്യം വാടകയ്ക്ക് ലാഡർ എടുത്ത് വീട്ടുകാർ തന്നു. 3 പില്ലറിലും പുട്ടി അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് കയ്യിലൊന്ന് നമ്മുടെ ഉള്ളം കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു കേട്ടോ. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഡിസൈനേ ഉള്ളൂ. പുട്ടി ഉണങ്ങുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പുട്ടി അടിച്ച് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ സൈഡ് പുട്ടി അടിച്ച് ഡിസൈൻ ചെയ്താട്ടോ പോട്ടെ. കാരണം മൊത്തത്തിൽ അടിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും പുട്ടി ഉണങ്ങി പോവുക. അങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം പുട്ടി ഉണങ്ങിയിട്ടുള്ള കോലമാട്ടോ ഇത്. നേരത്തെ പറഞ്ഞില്ലേ പുട്ടിയുടെ സ്വഭാവം കാണിക്കുമെന്ന്. ഞാൻ ബ്ലാക്ക് പെയിന്റ് ഒക്കെ വെച്ചിട്ട് പുട്ടി അടിച്ചതാ. പക്ഷെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ പുട്ടി വൈറ്റ് നിറമായിട്ട് തന്നെ വന്നു. അതുകൊണ്ട് ബ്ലാക്ക് പെയിന്റ് വെച്ച് ആരും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണോ ഉള്ളത് അതുപോലെ കുഴച്ച് ചെയ്യുക. പിന്നെ ഞാൻ ഒരു പേപ്പർ എടുത്ത് അത് നമ്മൾ കൈ കൊണ്ട് ഡിസൈൻ കൊടുക്കുമ്പോൾ അത് ഡിസൈൻ കൊടുക്കുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കും. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് ആ കൂർത്ത ഭാഗങ്ങളൊന്ന് ഉരച്ചൊരച്ച് കളയുക കേട്ടോ. അതങ്ങനെ കളയുമ്പോൾ നല്ല മിനുസമായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല പുട്ടിയുടെ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് മാസ്ക് വെച്ചോ തുണി വെച്ചോ മുഖം മൂടിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഒരു പൊടി പോലും മിസ്സാക്കാതെ എല്ലാം എൻ്റെ ഉള്ളിലോട്ട് വലിച്ചു കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവേത് അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പുട്ടിക്കകത്ത് ബ്ലാക്ക് പെയിന്റ് ഒഴിച്ച് പുട്ടി അടിച്ചത്. പക്ഷേ പുട്ടി വൈറ്റ് തന്നെയായിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ബ്ലാക്ക് പെയിന്റിലോട്ട് കയറി ബ്ലാക്ക് പെയിന്റ് അടിക്കാൻ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്.
അത് വൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഡിസൈൻ കൊടുക്കുമ്പോൾ നമുക്കത് ബോറായിരിക്കും. ഇപ്പോൾ ബ്ലാക്ക് അടിക്കുമ്പോൾ നല്ലതായിരിക്കും. രാവിലെ ബാങ്കിൽ പോയ അമ്മ അതേ സ്പീഡിൽ തിരിച്ചു വന്നു. അമ്മയുടെ ബാങ്ക് സമരത്തിലാണ്. അത് അമ്മ അറിയാതെയാണ് പോയത്. അമ്മ കാരശ്ശേരി ബാങ്കിലെ മരിഞ്ചാട്ടി ബ്രാഞ്ചിലെ കളക്ഷൻ ഏജന്റാണ്. അങ്ങനെ അമ്മ വന്ന് അമ്മയുടെ കൂടെ കുറച്ച് ലോകക്കാരോ നാട്ടുകാരോ സൊറയൊക്കെ പറഞ്ഞ് വീണ്ടും ഞാൻ പെയിന്റ് അടിക്കാൻ തുടങ്ങി. ആദ്യം ബ്രഷ് കൊണ്ടാണ് പെയിന്റ് അടിക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് ഇപ്പോഴൊന്നും തീരില്ലെന്ന് മനസ്സിലാക്കിയതോടെ റോളർ എടുത്തടിച്ചു. പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പില്ലറിന്റെ റിസൾട്ട് ആട്ടോ ഇത്. ഞാൻ പെയിന്റ് അടിക്കുന്നതുകൊണ്ടായിരിക്കണം, ഒരു പെങ്കൊച്ചിരുന്ന് പെയിന്റ് അടിക്കുന്നതുകൊണ്ടായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എല്ലാവരും നോക്കി പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്യും. അത് ഇത് ആണ് മാത്രം ചെയ്യേണ്ട കാര്യമാണ്, ഇത് പെണ്ണുങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ, എനിക്ക് എന്തൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. വിച്ച് മീൻസ് ഇനി പെയിന്റ് അടിക്കുന്നത് ഇപ്പം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവാം നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ എനിക്കതൊന്നും പ്രശ്നമില്ല. എൻ്റെ രണ്ട് വീട്ടുകാർക്കും പ്രശ്നമില്ല. എൻ്റെ കുടുംബത്തിനും കുഴപ്പമില്ല, ഇപ്പം ഞാൻ വന്ന കുടുംബത്തിനും കുഴപ്പമില്ല. രണ്ടുപേരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് വീണ്ടും ഞാൻ ചെയ്യണമെന്നുള്ളൊരു പ്രോത്സാഹനം തരുന്ന കുടുംബമാണ്. അതുകൊണ്ട് ഞാൻ വേറെ ആരെയും ഞാൻ നോക്കത്തില്ല. പക്ഷേ പോകുന്ന എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റിക്കായിരിക്കാം നോക്കുന്നത്. ഞാനിപ്പോൾ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യാം. ഇത് കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൽ അമ്മമാരും അച്ഛന്മാരും, ഇനി അമ്മമാരാവാൻ പോകുന്നവരും അച്ഛന്മാരാവാൻ പോകുന്നവരും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാട്ടോ പറയുന്നത്. നമ്മുടെ പിള്ളേര് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഡ്രോയിങ്സ്, ക്രാഫ്റ്റ്, പെയിൻറ്റിങ്, ഡാൻസ്, പാട്ട്, അങ്ങനെ എന്തിനെങ്കിലും ചെറുതായിട്ടൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ അതിനകത്ത് തളർത്താതെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുക. കാരണം ഫോണിനും ഇൻ്റർനെറ്റിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുറേയെങ്കിലും നമ്മുടെ തലമുറയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സൈക്കോളജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ടായിരിക്കണം നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി കുറച്ച് ഉപദേശത്തിലേക്ക് കടന്നോ എന്നൊരു ഡൗട്ട്. പില്ലേഴ്സിൽ നമ്മൾ ബ്ലാക്ക് പെയിന്റ് അടിച്ചൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊന്ന് കോപ്പർ കളർ ഞാൻ എടുത്തിട്ടുണ്ട്. കോപ്പർ കളർ ഒന്ന് ജസ്റ്റ് ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്പോഞ്ച് ഒന്ന് ടച്ച് ചെയ്ത്, നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നില്ല, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിലൊന്ന്. നമ്മൾ ആ പുട്ടിയിൽ നമ്മൾ കൈ കൊണ്ട് കൊടുത്ത ആ ഡിസൈൻ്റെ മുകളിൽ കൂടെ സ്പോഞ്ചിൽ കോപ്പർ കളർ ആക്കി അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ ഡിസൈൻ്റെ മുകളിൽ കൂടെ തന്നെ അതൊന്ന് സ്പ്രെഡായിട്ട് നിൽക്കും കേട്ടോ. ആ കോപ്പർ കളർ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ഗോൾഡൻ കളറും കൂടി എടുത്ത് വീണ്ടും ഒരു സ്പോഞ്ച് എടുത്ത് ഈ ഡിസൈൻ്റെ മുകളിൽ കൂടെ വീണ്ടും നമ്മളൊന്ന് ഫുള്ളായിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതാട്ടോ നമ്മൾ പില്ലർ പെയിന്റ് അടിച്ചതിൻ്റെ ഫൈനൽ. ഞാൻ അതിൻ്റെ ഫൗണ്ടേഷനും കൂടി ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കാറുണ്ട്. ബ്ലാക്ക് പെയിന്റ്, നമ്മൾ ബ്ലാക്ക് പെയിന്റ് ആട്ടോ അടിക്കുന്നത്. അത് നേരത്തെ അടിച്ച ബ്ലാക്ക് പെയിന്റിന്റെ ബാക്കി ബാലൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് പെയിന്റ് ആക്കി. നേരിട്ട് കാണുന്ന ഒരു ഭംഗി നമുക്ക് വീഡിയോയിലൂടെയും ഫോട്ടോസിലൂടെയും കാണാൻ പറ്റില്ല കേട്ടോ.
സോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ 2 ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.